നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാന ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, ഈ വൈകുന്നേര സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് കർത്താവേ, മിഡ്ലാൻഡ് ഹോളി ഇമ്മാനുവൽ CSI ചർച്ചിന്റെ നാമത്തിൽ കർത്താവ്, ഈ ഓണവാര സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ദൈവമേ, ഈ ഒരു ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദിവസത്തിന്റെ എല്ലാ നന്മകളെ അനുഗ്രഹിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കി കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ദൈവമേ, വചനം ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മറ്റ് ഇന്ന് കടന്നു വരാൻ പറ്റാതെ പോയ എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപയുണ്ടാകണമേ, അനുഗ്രഹിക്കണമേ. വചനം പറയുന്ന അടിയന്റെ നാവിനോടും വചനം കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയത്തിലോടും അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. സകലം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് സ്വാഗതം ചെയ്ത ജിൻസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഒരു സഭയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിമിമോള്. ഞങ്ങള് നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് ചിലപ്പോൾ ജിൻസി എന്നായിരിക്കും ഇവിടെ അറിയുന്നത്, ജിൻസിയും ജീവനും. അതുപോലെ സഭയുടെ സെക്രട്ടറി, മറ്റ് ചുമതലപ്പെട്ടവര്, പ്രത്യേകിച്ച് പ്രാരംഭ പ്രാർത്ഥന തുടങ്ങി വെച്ച തോമസ് സാംചാൻ. ഞങ്ങള് ഫേസ്ബുക്ക് വഴി ഞങ്ങൾ ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ക്രിസിനെ കാണുന്നു. മറ്റ് പലരെയും ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ ചില സഭയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ ചിലപ്പോൾ പരിചിതരായിരിക്കാം. എങ്കിലും ഇന്ന് ഈ ഒരു ഇങ്ങനെ ഒരു ഓണവാര സുവിശേഷ വേല ഓൺലൈനും ചെയ്യാമെന്ന് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തന്ന ആ ഒരു ചിന്തയ്ക്കായിട്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു നേതൃത്വം കാണിച്ച ഈ ഒരു സഭയോട്, സഭയിലെ ചുമതലക്കാരോട്, സഭാ ജനങ്ങളോട് എല്ലാവരോടും നന്ദി, സ്നേഹവും പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനുമുള്ള സന്തോഷം കർത്താവിന്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. എനിക്ക് അതിലുപരിയായിട്ട് ഈ സഭയോട് തോന്നുന്നൊരു സന്തോഷം, രണ്ട് മൂന്ന് ദിവസം മുൻപ് നമ്മുടെ സഭയുടെ ഗ്രൂപ്പുകളിൽ ഞാനൊരു മെസ്സേജ് വായിച്ചിരുന്നു. ആ മെസ്സേജ് വളരെ ഹൃദ്യസ്ഥമായിരുന്നു. ആ മെസ്സേജിലുപരി നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കത്താല് ഭാരപ്പെടുന്ന അനേകർക്ക് ഒരു നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു തുണയാകുവാനായിട്ട് ഈ സഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ തന്നെ ഞാനത് കാണുന്നു. അഭിമാനത്തോടെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അഭിമാനത്തോടെ എന്ന് ചോദിക്കുമ്പോൾ, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പല വൃക്ഷങ്ങളുണ്ട്. അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ജസ്റ്റ് അല്ലെ, നമ്മളിപ്പോ ഒരു വിത്ത് പാകി ഇങ്ങനെ ജസ്റ്റ് മുളച്ചിട്ടേ ഉള്ളൂ, അവിടുന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയം എടുക്കുമ്പോൾ എനിക്ക് ഒരു ഭാഗത്ത് ഒരു പക്ഷേ ഈ സഭയ്ക്ക്, സഭാ ജനങ്ങൾക്ക് അത് കുറെ സ്ട്രൈക്ക് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ തോമസ് ചാൻ പ്രാർത്ഥിച്ചപ്പോൾ നമ്മള് പല പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിന് കർത്താവ് നമ്മൾ സ്തോത്രം പറയുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു, നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്നത്, എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് നഴ്സുമാരൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എങ്കിൽ തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നത് വളരെ വലിയൊരു പ്രോസസ്സിങ്ങിലൂടെയാണ് അല്ലെ. നമ്മൾ സാധാരണയായിട്ട് ഒരു തലത്തിൽ പറഞ്ഞ ഒരു 9 മാസത്തെ കൃത്യമായ പ്രോസസ്സിങ്, എന്നാൽ അതിന് മുൻപേ തുടങ്ങുന്ന പല പ്രോസസ്സിങ്ങിലൂടെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്ന് നമുക്കറിയാം. ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ള ഒരു സന്ദർഭമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഗർഭധാരണവും അതുപോലെ കുഞ്ഞുങ്ങളുടെ ജനനവും എന്ന് പറയുന്നത്. അതേപോലെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഹോളി ഇമ്മാനുവൽ CSI ചർച്ച് മിഡ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഗർഭധാരണ അവസ്ഥയിൽ നോക്കുവാണെങ്കിൽ ഇപ്പം സാധാരണ ഉണ്ടെന്ന എക്ലാംസി അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് അത് അബോർഷൻ ആയിപ്പോൾ, അതുപോലുള്ള പല ചലഞ്ചസ് നമ്മളെ ചുറ്റും ഇങ്ങനെ പല വെല്ലുവിളികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്താണ് കുഞ്ഞ് ജനിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളും ജനിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആരൊക്കെ എതിർത്താലും ദൈവനാമത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ അതിനെ നടത്താൻ ദൈവത്തിനറിയാം. നമ്മളൊക്കെ ഇവിടുന്ന് മാറി, സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ ആൾക്കാർ വന്നാൽ പോലും എപ്പോഴും അത് ദൈവനാമത്തിൽ സ്ഥാപിക്കപ്പെട്ടതായത് തന്നെ ആയതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഈ സഭയുടെ ആരംഭത്തില് ഒന്നും അറിയാത്ത എനിക്കും ഒരു തരത്തിലെങ്കിലും ഭാഗവാക്കാകാൻ സാധിച്ചു എന്നതിൽ ഞാനും കൃത്യമായിട്ട് ഞാൻ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ യാത്രയിൽ ദൈവം നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ യാത്രയിൽ നമുക്ക് അനുഗ്രഹത്തിലേക്കുള്ള വഴികളെ പറ്റിയും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളിന്ന് വായിച്ചു കേട്ട
ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തില് നമുക്കറിയാം വിശ്വാസികളുടെ പിതാവ് എന്നാണ് നമ്മൾ അബ്രഹാമിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. സൺഡേ സ്കൂൾ പഠിച്ചു തുടങ്ങുമ്പോൾ തൊട്ടേ നമ്മൾ പഠിക്കുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നുള്ളതാണ്. ഒരു സുപ്രഭാതത്തില് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതല്ല, ഇന്നു മുതൽ നീ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞൊരു ആഖ്യാനം അല്ലെങ്കിൽ വ്യാഖ്യാനം ഒന്നും കൊടുത്തതല്ല. അതിന്റെ പുറകിൽ ഒരു പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തില് തേരഹിന്റെ മകനായ അബ്രഹാമിനെ ജാതികളുടെ ഇടയിൽ നിന്നും വിളിച്ച് വേർതിരിക്കുമ്പോൾ തനിക്ക് ഒരു ദൈവത്തോടൊരു വിശ്വാസം തോന്നുന്നു. ആ വിളി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അബ്രഹാമിനെയാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെ പല പ്രതിസന്ധികളും അവിടെ ഉണ്ടായി കാണാം. പക്ഷെ അതിന്റെയൊക്കെ മധ്യത്തില് ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അബ്രഹാം ഈ ഒരു പാസേജിലൂടെ തന്നെ നമുക്ക് തരുന്ന കുറച്ച് മെസ്സേജുകളുണ്ട്. ആ ഒരു മെസ്സേജുകൾ മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ വാക്യത്തില് ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഒറ്റ മറുപടി ഉള്ളൂ, അല്ലെ? ഞാനിതാ. അല്ലെങ്കിൽ ദൈവമേ കുറച്ച് സമയം കഴിയട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി തിരക്കാണ്, അല്ലെ ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി പണിയുണ്ട്, ഇതൊന്നുമല്ല. ഒറ്റ ആൻസറേ ഉള്ളൂ, അടിയൻ ഇതാ. അവിടെ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് സമർപ്പണമാണ്. നമ്മുടെ പല തരത്തിലുള്ള എൻഗേജ്മെന്റ്സ് നമുക്കുണ്ടാകാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ട്, നമ്മുടെ സോഷ്യൽ ലൈഫിലുണ്ട്. എല്ലായിടത്തും നമുക്ക് പ്രയോറിറ്റികളും നമുക്ക് പലതരത്തിലുള്ള എൻഗേജ്മെന്റ്സ് ഉണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തില് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നാം എപ്പോഴും സമർപ്പിതരായിരിക്കണം. കാരണം എന്താ, നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളൊക്കെ വളരെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പ്രാർത്ഥനകൾക്കും പള്ളിയിലും ഒക്കെ പോയി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ മക്കളെ ഒന്ന് വിദേശത്ത് എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞുള്ള പല പ്രാർത്ഥനകളൊക്കെ നടന്ന് അതിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ പ്രാർത്ഥനകളുടെയൊക്കെ ഫലമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ കുറച്ച് എക്സാമുകൾ പാസ്സായതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആരെങ്കിലും പെട്ടെന്നൊരു ജോലി തന്നതുകൊണ്ടോ മാത്രമല്ല. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച പ്രാർത്ഥനകള് അനേകരുടേതുണ്ട്, അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഉയർന്ന പൊസിഷനിലായെങ്കിലും അഹങ്കാരങ്ങൾ ഒന്നും വരാതെ നമ്മൾ ചിലപ്പം നമ്മളായിരിക്കുന്ന ഒരു പ്രൊഫഷണലിലെ ഏറ്റവും അതിന്റെ ഹയസ്റ്റ് പൊസിഷൻ അതിന് മണ്ടയ്ക്ക് ചിലപ്പോൾ പോകില്ല, അത്രയും വരെ നമ്മൾ എത്തിയിരിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ വന്ന വഴി മറക്കാതെ നമ്മൾ ദൈവത്തിന് ഒരു സമയം, അതായത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സമയം കണ്ടെത്തണം എന്ന് എനിക്കത് നിങ്ങളോട് അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് കണ്ടെത്തിയത് കൊണ്ടാണ് ഈ ഒരു സമയം നിങ്ങൾ വേർതിരിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ പ്രിയ മക്കളെ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോടും കൂടെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ പ്രാർത്ഥനകൾക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ അത് ശീലിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഏത് ലോകത്താണ് ആയിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കിട്ടിയ ആ ഒരു ജീവിത രീതിയുണ്ട്, ഒരു സഭാ രീതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഒരു പക്ഷേ കാലം മാറുന്തോറും അതിനൊരു മാറ്റം വരാം. അറ്റ്ലീസ്റ്റ് നമ്മുടെ കണ്ണടയുന്നത് വരെയെങ്കിലും നമുക്ക് പരമാവധി നമുക്ക് എത്രത്തോളം അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സമർപ്പിത ജീവിതം നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് നയിക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് അതിന്റെ 3-ാം വാക്യത്തില് അനുസരണം, അല്ലെ? ദൈവം ഒരു കാര്യം അങ്ങ് പറയുകയാണ്, അവിടെ വേറെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. 3-ാമത്തെ വാക്യത്തില് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മലയിൽ പോയിട്ടെങ്കിൽ യാഗം കഴിച്ചോ, അല്ലെ? നമ്മളോടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചിന്ത വരുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത് 100-ാം വയസ്സിലും അതിനും ഇത്രയും വയസ്സ് ഏജ്ഡ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ ലഭിക്കത്തില്ല എന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് സാറ ചിരിക്കുന്നത് വരെ, അല്ലെ? മാസമുറ നിന്ന് പോയ സാറയ്ക്ക് വരെ കുഞ്ഞുണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ചിരി വരുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് ദൈവം ഇത്രയും വലിയ അനുഗ്രഹമായിട്ടൊരു കുഞ്ഞിനെ തന്നിട്ട് അതിനെ തന്നെ യാഗം കഴിക്കാൻ പറയുമ്പോൾ അതിനിടയ്ക്ക് ദൈവം നേരത്തെയും ഈ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ, നിന്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കടൽക്കരയിലെ മണൽത്തിരകളെ പോലെ ആക്കാം, ഞാൻ അങ്ങ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കാം. ഈ വാഗ്ദാനം നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് തന്ന കുഞ്ഞിനെ തന്നെ തിരിച്ചെടുക്കാനാണെങ്കിൽ നമ്മളാണെങ്കിലും എങ്ങനെ വിചാരിക്കും? അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടു തൊട്ടുപുറകെ രാവിലെ തന്നെ അതികാലത്ത് എഴുന്നേറ്റ് കഴുതയും സാധനങ്ങളും ഒക്കെ കൂട്ടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ബാല്യക്കാരെയും കൂട്ടി ഒറ്റ പോക്ക, അല്ലെ? അവിടെ തന്റെ ജീവന്റെ പാതിയോടൊരു അഭിപ്രായം പോലും ചോദിക്കുന്ന
ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. അതിന് ഒരു തലത്തിൽ പറയുന്നത് ഒരു പക്ഷേ മാതാവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നുറുങ്ങുന്ന, അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ സാധിക്കില്ല, നമുക്കായ പോലും അത് അങ്ങനെയാണ്. മാതാവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നുറുങ്ങും. ഒരു പക്ഷെ ആ മാതാവ് സമ്മതിക്കണമുണ്ടാവില്ല അല്ലെ, കുഞ്ഞിനെ അതും ഏകജാതനായ പുത്രനെ, ഒറ്റ പുത്രനെ ഉള്ള അതിനെ കൊണ്ട് ഹോമയാഗം കഴിക്കാനുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ചോദിക്കുന്നത് എന്ത് ദൈവമാണെന്ന് ചിലപ്പോൾ ചോദിച്ചു. എന്നാൽ അവിടെ ഒരു തരത്തിലുള്ള സന്ദേഹങ്ങൾക്കും ഇടവരാതെ എന്താണ് അനുസരണയോടുകൂടി കടന്നു പോകുന്ന അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മലയിലേക്ക് എത്തി. കൂടെ ബാല്യക്കാരും കഴുതകളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? കൂടെ വന്ന ബാല്യക്കാരോടെല്ലാം നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അല്ലെ, അവിടെ ഈ ഞാൻ തന്നെ മടങ്ങി വരാമെന്നും അല്ല പറയുന്നത്, ഞങ്ങൾ മടങ്ങി വരാം, ആരാധന കഴിച്ച് മടങ്ങി വരാം. ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക, ഇതാണ് ഞാൻ പറയാൻ വന്ന 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾ, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എന്റെ കാര്യങ്ങളായിരിക്കില്ല ഇപ്പൊ എന്നെ കേൾക്കുന്നവരുടെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ കാര്യങ്ങൾ, അല്ലെ. നമ്മുടെ പലരുടെയും ജീവിതത്തില് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പല തരത്തിലുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ ഒരു പക്ഷേ ഈ ബാല്യക്കാരവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, ആരാധനയെ ചിലപ്പോൾ തടസ്സപ്പെടുത്തിയത്, അല്ലെ. ഹോമയാഗത്തിനായിട്ട് അവിടെ എന്താണ് വാളെടുക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ അവർ വന്ന് തടസ്സപ്പെടുത്തിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു പോയേനെ. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അബ്രഹാം അവരെയും കൂടെ മാറ്റി നിർത്തിയിട്ടാണ് തന്റെ കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാം നമ്മളിപ്പം ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഈ പുതിയൊരു ആരാധനയിലേക്ക് നമ്മൾ കടന്നു വന്നത് നമുക്കറിയാം. ചില കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ, ചിലപ്പോൾ നമ്മുടെ ദേശീയ സ്വഭാവമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ഈ ഞായറാഴ്ചകളിൽ രാവിലെ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ദിവസം രാവിലെ വീട്ടുകളിൽ ഏറ്റവും നടക്കുന്ന കലഹം എന്താണ്? ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തപ്പോഴത്തേക്കും ഒരു ചെറിയ അല്ലെ, എല്ലാവരും ഇപ്പൊ ചിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി, ഞാനും ചിരിക്കും, കാരണം നമ്മുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ അവിടെ ചിലപ്പോൾ ചില ഇമ്പാക്ട്സ് ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ ചില സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് സംസാരിച്ച് മാറിയില്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വളരെ ശാന്തമായിട്ട് ആരാധനയ്ക്കായിട്ട് കടന്നു പോയിരിക്കുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ, അത് ഈ ആരാധനയുടെ മാത്രമല്ലാതെ എവിടെയാണെങ്കിലും ഏത് സാഹചര്യം, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ മോനാണ് പറയുന്നത്, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അതിനെന്തിനാ ശബ്ദം ഉയർത്തുന്നത്, ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, കാരണം അവരെ ചില സമയത്ത് ഹർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ദേശീയ സ്വഭാവമായിരിക്കാം, നമ്മുടെ ചില കൂട്ടുകെട്ടുകളായിരിക്കാം, നമ്മുടെ ചില ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില പ്രവർത്തനങ്ങളായിരിക്കാം. അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടത് മാത്രമേ നമുക്ക് അനുഗ്രഹത്തിലേക്കുള്ള വഴികൾ തുറക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ ഈ ഒരു തരത്തിൽ പറയുന്നത് പോലെ നിനക്ക് ദൈവത്തെയും മാമോനെയും കൂടെ ഒരുമിച്ച് സേവിക്കാനൊന്നും സാധിക്കത്തില്ല. അത് നമ്മുടെ എവിടെയാണ്, നമ്മൾ പ്രൊഫഷണൽ ലൈഫ് എവിടെയാണെങ്കിലും നമ്മൾ ഒരു ദൈവിക പൈതലായിട്ട് തന്നെ നമ്മളെ കാണുന്നവർക്ക് തോന്നണം അവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഇത് ഒന്നുകൂടെ ക്രിസ്ത്യൻ കൺട്രീസ് ആണ്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ പറയും അവനൊരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ആ വ്യത്യാസം ഉള്ളതെന്ന് ചിലപ്പം ആളുകൾ പറഞ്ഞു തന്നിരിക്കും. അപ്പം അങ്ങനെ ഒരു സാക്ഷ്യം നമ്മളിപ്പോ എല്ലാവരോടും ചെന്നിട്ട് കർത്താവിനെ വിശ്വസിക്കണം, കർത്താവിനെ ആരാധിക്കണമെന്നും പറഞ്ഞ് ചിലപ്പോൾ സാക്ഷ്യം പറയണമെന്നുണ്ടാവില്ല. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ അതൊരു സാക്ഷ്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം നമ്മുടെ ശരീരത്തല്ലേ ദൈവം വസിക്കുന്ന മന്ദിരമാകുന്ന ശരീരമാണ് നമ്മുടെ ആ ശരീരത്തെ നശിപ്പിക്കുന്ന ചില പ്രലോഭനങ്ങൾക്ക് നമ്മൾ അടിമകളാണെങ്കിൽ അത് മാറ്റാനുള്ളതാണെങ്കിൽ നമ്മൾ അത് മാറ്റിയിട്ടേ നമുക്ക് അനുഗ്രഹം ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അനുഗ്രഹത്തിലുള്ള വഴികളിൽ ഞാൻ 3-ാമതായിട്ട് പറയുവാൻ ആഗ്രഹിച്ച പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എന്റെ 8-ാം വാക്യത്തില് കുഞ്ഞ് അവിടെ ചോദിക്കുകയാണ്, അല്ലെ, ഇസാക്ക് അവിടെ ചോദിക്കുകയാണ്, അപ്പ കത്തിയുണ്ട്, ആരാധന സ്ഥലമുണ്ട്, ഹോമയാഗം കഴിക്കുന്നതിനുള്ള ബാക്കി തീയും വിറകും ഒക്കെ ഉണ്ട്, പക്ഷേ യാഗവസ്തു എവിടെ? അല്ലെ. അപ്പം യാഗം കഴിക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ പറ്റി ഈ കുഞ്ഞിന് അറിയാം. അതെങ്ങനെ അറിയാവുന്നേ? കാരണം തന്റെ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിന് കൃത്യമായിട്ട് യാഗം കഴിക്കുന്നതിനെ പറ്റി അറിയാവുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവിടെ ഇസാക്ക് ചോദിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ഇതുപോലെ ചോദിക്കാനായിട്ട് സാധിക്കണം, അല്ലെ. നമ്മൾ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് ഒരു സാധനം ഇപ്പൊ ചില സമയം നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കാതെ പോകുന്ന ചിലപ്പോൾ ബൈബിൾ ആയിരിക്കും, കാരണം ഇപ്പൊ എല്ലാവരും നമുക്ക് മൊബൈലിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കാൻ ഇടയാവണം, കാരണം അവർ കണ്ട് വളരണം.
നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരണം. നമ്മൾ കാണിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഈ പള്ളിയിലൊക്കെ വരുന്നതെന്ന് വെച്ചാല് പിള്ളേർക്ക് എങ്ങനെയൊക്കെ സൺഡേ സ്കൂളൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാ. ഈ സൺഡേ സ്കൂൾ കിട്ടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളും കൂടെ അത് ചെയ്ത് കാണിക്കണം. നമ്മൾ ബൈബിള് വായിച്ച് കാണിക്കണം, എങ്കിലേ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അത് ഫോളോ ചെയ്ത് വരത്തുള്ളൂ എന്നൊക്കെയാണല്ലോ. അപ്പൊ അവിടെ ഇസാക്ക് ചോദിക്കുമ്പം അബ്രഹാം പറയുന്ന ഒരു മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ പോയിന്റിന് ആധാരം. എന്താണ് അവിടെ പറയുന്നത്? അവൻ ചോദിച്ചു, അപ്പോൾ ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു, അല്ലെ? അപ്പം അബ്രഹാമിന് അവിടെ കരുതുന്ന ദൈവത്തിലുള്ള ഒരു അചഞ്ചലമായ വിശ്വാസത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കരുതുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതും. നമ്മൾ ചില വഴികളിലേക്ക് ഇറങ്ങുമ്പോൾ അത് വിശ്വസിക്കണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പല ഇൻസിഡൻസ് അല്ലെങ്കിൽ പല എക്സ്പീരിയൻസ് ഉണ്ടാകും. എൻ്റെ ദൈവം കരുതിക്കോളും. കരുതുന്ന ദൈവമാണ്, കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. മക്കളെ, നമുക്ക് വേണ്ടി ദൈവം കരുതും എന്ന് ഉറച്ച വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ഇവിടെ അബ്രഹാമിന്റെ ആ ഒരു സവിശേഷമായ സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. എന്താണ്? കരുതുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. അടുത്ത ഒരു സന്ദർഭമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ അബ്രഹാമിന് ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കുന്നുണ്ട്. നമുക്ക് കഥകളൊക്കെ അറിയാം. അപ്പം ഈ ആട്ടിൻകുട്ടിയെ കൊടുക്കുന്നതിന് മുൻപായിട്ട് അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത് എന്താണ്? ഓക്കെ, നീ ചെയ്തത് എനിക്ക് വിശ്വാസമായി, അതുകൊണ്ട് തന്നെ നീ ഹോമയാഗം കഴിക്കേണ്ട എന്ന് പറയുന്നുണ്ട്, അല്ലെ? എന്നാ പിന്നെ കുഞ്ഞിനെ അടുത്ത് അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞില്ല. അവിടെ ആരാധനയ്ക്ക് വന്നവൻ ആരാധന കഴിച്ച് തന്നെ മടങ്ങുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ ദൈവം തന്ന അനുഗ്രഹത്തിന് അവിടെ തന്നെ ഒരു ആരാധന കഴിച്ചു പോകുന്ന അബ്രഹാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇതൊരു ആരാധന എന്ന് പറയുന്നത് പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരു പ്രധാന സന്ദർഭമാണ്, ഒരു പ്രധാന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലും ഏതിന്റെയൊക്കെ നമുക്ക് എന്താ പറയാ നടക്കില്ല എന്ന് ആളുകൾ വിധി എഴുതിയ സ്ഥാനത്തും ആരാധന കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, അല്ലെ? ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ചില സൺഡേകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇന്നിപ്പോ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. നീ പള്ളിയിൽ പോയിട്ട് മാത്രമല്ല ആരാധിക്കേണ്ടത്, നീ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിനക്ക് ആരാധിക്കാം, അല്ലെ? അതിനുവേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കേണ്ടത്. ചിലപ്പം ചില ഡ്യൂട്ടികളുടെ ഇടയ്ക്ക് നമുക്ക് ആരാധന കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഏത് സാഹചര്യത്തിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ആരാധന കഴിക്കുവാനുമുള്ള സമയം നമ്മൾ കണ്ടെത്തുവാനും അതിനെയും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു പോയിന്റിലൂടെ പറയാനുള്ളത്. അതിനുശേഷം 18-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, വീണ്ടും ദൈവം അനുഗ്രഹം അവിടെ കൊടുക്കുകയാണ്. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അനുഗ്രഹത്തിലേക്കുള്ള വഴിയിൽ ഇതുപോലുള്ള പല സവിശേഷതകളാണ് നമ്മൾ അബ്രഹാമിലൂടെ കണ്ടത്. ആദ്യമേ നമ്മൾ കണ്ടു സമർപ്പണത്തോടുകൂടിയുള്ള അബ്രഹാമിന്റെ ഒരു ജീവിതം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു അനുസരണയോടുകൂടിയുള്ള ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളത് ഉപേക്ഷിക്കുക. നമുക്കറിയാം, നമുക്ക് കാണാനായിട്ട് സാധിക്കും, പല അനുഗ്രഹങ്ങളുടെ തടസ്സമായിട്ട് നമ്മുടെ ചില നമ്മൾ ഉപേക്ഷിക്കാതെ കൂടെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കാരണമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ കരുതുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതോടൊപ്പം ആരാധന കഴിക്കുന്ന അബ്രഹാം, ഈ സവിശേഷതകള് നമ്മുടെ പ്രയാണ ജീവിതത്തിലും ഈ ക്രിസ്തീയ ജീവിതത്തിലും അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രഹാം ഇന്ന് ലോകം എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത്. ഇന്നും അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ അബ്രഹാം ഫോളോ ചെയ്തു വന്ന ഈ ചില പോയിന്റ്സുകളിലൂടെയാണ്, ഈ ചില ജീവിതചര്യകളിലൂടെയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വചനം നമ്മളെയും അതിനായിട്ട് ഒരുക്കട്ടെ. സഭയായിട്ട്, സമൂഹമായിട്ട്, കുടുംബങ്ങളായിട്ട്, വ്യക്തി ജീവിതങ്ങളായിട്ട് പ്രിയമുള്ള ദൈവമക്കളെ, അനുസരണയോടുകൂടിയുള്ള ദൈവത്തോട് സമർപ്പണ ജീവിതം നയിച്ചുകൊണ്ട് ആരാധന കഴിക്കുന്ന ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണടച്ചിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
കർത്താവ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ദൈവമേ അനുഗ്രഹത്തിലേക്കുള്ള വഴികളിൽ കർത്താവ് ഞങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് മാറ്റുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണമേ. ദൈവമേ അനുസരണയോടുള്ള ജീവിതം നയിക്കുവാനായിട്ട്, ദൈവമേ സമർപ്പണത്തോടെയുള്ള ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ്, വിശ്വാസത്തോടുള്ള ജീവിതം നയിക്കുവാനായിട്ട് ദൈവമേ അങ്ങേ ആരാധന കഴിക്കുന്ന ജീവിതചര്യകൾ ഞങ്ങളെ മുൻപിൽ ഞങ്ങൾ നടത്തുവാനായിട്ട് കർത്താവ്, അതിനെ ഞങ്ങൾ പ്രയോറിറ്റി ചെയ്ത് നടത്തുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേട്ട മക്കളെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കൂടുതലായിട്ട് നടന്ന് അനുഗ്രഹിക്കണേ, ബലപ്പെടുത്തണേ. ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തുന്ന കർത്താവെ. ഈ ദേശത്തിന്റെ മുന്നിൽ കർത്താവെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു സഭയായിട്ട് കർത്താവെ, സാക്ഷ്യമുള്ള സമൂഹമായിട്ട് നിൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായിരിക്കണമേ, അനുഗ്രഹം ഉണ്ടായിരിക്കണേ. ഈ രാത്രികാല അടിയങ്ങളെ ഉറക്കത്തോട് അവിടുത്തെ അനുഗ്രഹം കൂടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുടർന്ന് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും, പ്രത്യേകിച്ച് നാളെ മറ്റന്നാളിലൊക്കെ ആയിട്ട് നടക്കുന്ന മീറ്റിങ്ങുകളൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം കേട്ട് കർത്താവ് ഞങ്ങളെ ചെന്ന് ചതിക്കുന്നവരായിട്ടല്ല കർത്താവ്, കൂടുതൽ കൂടുതൽ ഫലം പ്രാപിക്കുന്നവരായിട്ട് കടന്നു പോകാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായിരിക്കണേ, അനുഗ്രഹം ഉണ്ടായിരിക്കണേ. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ.